ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നരച്ച തലമുടി വെറും 3 ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് കട്ടക്കറുപ്പാക്കി മാറ്റാം എന്നുള്ളൊരു അടിപൊളി ടിപ്പായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. അതും തികച്ചും നാച്ചുറലായിട്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ സമയങ്ങളായി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കുന്നുണ്ട്. ചൂടായി വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് 2 സ്പൂണ് തേയിലപ്പൊടി, അതായത് ചായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ചായപ്പൊടി ഇട്ടതിന് ശേഷം വെള്ളം നന്നായി തിളപ്പിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നല്ല കടുപ്പമായി വരുന്നത് വരെ നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു മിശ്രിതം തികച്ചും പ്രകൃതിദത്തമായതുകൊണ്ട് തന്നെ തലമുടി കറുപ്പിക്കുന്നതിൽ ഉപരിയായിട്ട് തലമുടിക്ക് ഉണ്ടാകുന്ന ഉള്ളു കുറയുന്ന പ്രശ്നം, അതുപോലെ പൊട്ടിപ്പോകുന്ന പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അതൊരു പരിഹാരം കൂടിയാണ് ഈ ഒരു ഹെയർ പാക്ക്. അപ്പോൾ തിളച്ച ശേഷം നമ്മുടെ തേയില വെള്ളം ഇവിടെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് 2 പൊടികളാണ്. നീല ആമരിയുടെ പൊടിയും അതുപോലെ നെല്ലിക്ക പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ആയുർവേദ കടകളിലൊക്കെ വാങ്ങിയും കിട്ടും. 20 രൂപയോ 30 രൂപയ്ക്ക് വില വരുന്നുള്ളൂ ഇതിന്. അപ്പോൾ ഈ 2 പൊടികളും ഈക്വൽ അളവിൽ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഓരോ സ്പൂൺ വീതമാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മൈലാഞ്ചി പൊടിയും ഇതുപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 പൗഡറുകളും നമ്മൾ ഈ തേയില വെള്ളത്തിൽ നമ്മൾ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. തലയിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ അത് ഒലിച്ച് വരാത്ത രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഈ ഒരു കൂട്ട് ഒരു അരമണിക്കൂർ നേരം നമ്മളിത് മാറ്റി വയ്ക്കേണ്ടതുണ്ട്. അരമണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുക. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നരച്ച തലമുടിയുള്ള ഭാഗത്ത് നമുക്ക് ഈ മിശ്രിതം നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മുടിയിൽ നരച്ച ഭാഗത്ത് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എവിടേക്കാണ് നരച്ച മുടി ഉള്ളത് അവിടെയെല്ലാം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ഒരു പ്രോസസ്സ് നമ്മളൊരു 3 ദിവസം അടുപ്പിച്ച് നമ്മൾ ചെയ്യണം. 3 ദിവസത്തിന് ശേഷം പിന്നെ ഒരാഴ്ചയിൽ പിന്നെ 2 ദിവസമൊക്കെ ആയിട്ട് മാറ്റാം. അതിന് ശേഷം പിന്നെ മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഈ ആദ്യത്തെ തവണ തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. വേറെ കെമിക്കൽ കലർന്നിട്ടുള്ള പദാർത്ഥങ്ങളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മുടിയൊന്നും ഡൈ ചെയ്യാതിരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും പലതരത്തിലുള്ള ദോഷങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഹെയർ പാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഡൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നമ്മൾ തലയിൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കണം. ഇത് കഴുകി കളയാനായിട്ട് നമ്മൾ സാധാരണ വെള്ളം മാത്രം നമ്മൾ ഉപയോഗിക്കുക. സോപ്പോ അതുപോലെ ഷാമ്പോ നമ്മൾ ഉപയോഗിക്കരുത്. വേണമെങ്കിൽ നമുക്ക് താളി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും ടേക്ക് കെയർ. ബൈ.